ഭായിയോം ഓർ ബഹനോ, പണ്ടൊരു നവംബർ 8 രാത്രി ടി വിയിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ നോട്ടെല്ലാം നിരോധിച്ചു പോയ ആ കാലം ഓർമ്മ വന്നു അല്ലേ? അന്ന് നോട്ട് നിരോധനം നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയിരുന്ന പൊല്ലാപ്പ് ചെറുതല്ല. വലിയ അരക്ഷിതാവസ്ഥ നമ്മുടെ നാട്ടിലന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. നോട്ട് മാറാൻ ബാങ്കിൽ പോയി ക്യൂ നിന്ന കാലം നമുക്ക് എങ്ങനെ മറക്കാനാകും? പറഞ്ഞു വരുന്നത് ആ നോട്ട് നിരോധനത്തെ കുറിച്ചല്ല, എന്നാൽ നോട്ടുമായി ബന്ധപ്പെട്ട പുതിയൊരു കാര്യത്തെക്കുറിച്ചാണ്. രാജ്യത്ത് കറൻസി നോട്ട് മേഖലയിൽ വലിയൊരു മാറ്റം വീണ്ടും വരാൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പേപ്പർ നോട്ടുകളാണ്. 10, 20, 50, 100, 200, 500 ഇത്തരം നോട്ടുകളാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ളത്. ഇങ്ങനെയുള്ള നോട്ടുകളിൽ 1702 കോടി മുഷിഞ്ഞ നോട്ടുകൾ 2025-26 സാമ്പത്തിക വർഷം പൊതുവിപണിയിൽ നിന്നും പിൻവലിച്ച് RBI നശിപ്പിച്ചു. 2024-25 സാമ്പത്തിക വർഷം 2386 കോടി എണ്ണമായിരുന്നു ഇങ്ങനെ നശിപ്പിച്ചത്. കൂടുതൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുവാൻ 4875.2 കോടി രൂപ 2025-26 സാമ്പത്തിക വർഷം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. കറൻസി നോട്ടുകൾ മുഷിഞ്ഞ് പിൻവലിക്കുന്ന ഒഴിവാക്കാൻ പുതിയൊരു രീതിക്ക് RBI തുടക്കമിടുകയാണ്. ഇനി നോട്ടുകൾ പേപ്പർ നോട്ടുകളായിരിക്കില്ല, പകരം പ്ലാസ്റ്റിക് നോട്ടുകളാണ് രംഗത്തിറക്കാൻ പോകുന്നത്. പോളിമർ ഉപയോഗിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ നോട്ടുകൾ രംഗത്തിറക്കാനാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ 10 രൂപയുടെയും 20 രൂപയുടെയും നോട്ടുകൾ വിപണിയിലെത്തും. 200 കോടി നോട്ടുകളാണ് ഇങ്ങനെ വിപണിയിലെത്തിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ കാലം ഈടുനിൽക്കും എന്നതാണ് പോളിമർ നോട്ടുകളുടെ പ്രത്യേകതയായി ഇവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. വെള്ളം, പൊടി എന്നിവ കാരണമുള്ള നശീകരണം കുറയ്ക്കാനും ഇതുവഴി സാധിക്കും. കൂടുതൽ എളുപ്പത്തിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുകൂടി ഇവർ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കള്ളനോട്ടടി നിൽക്കാൻ ഇത് കാരണമാകുമെന്നാണ് RBIയുടെ വിലയിരുത്തൽ. എളുപ്പത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടുകൾ നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ അവകാശവാദം. നിലവിലുള്ള പേപ്പർ നോട്ടുകൾക്കൊപ്പമാണ് പോളിമർ നോട്ടുകളും രംഗത്തിറക്കുന്നത്. അതായത് നിരോധിക്കുകയോ പിൻവലിക്കുകയോ ചെയ്തല്ല ഈ മാറ്റം കൊണ്ടുവരിക എന്നർത്ഥം. നമുക്ക് അത്രയും ആശ്വസിക്കാം. എന്നാൽ 100% പോളിമർ നോട്ടുകൾ എന്ന നയത്തിലേക്ക് ഇതുവരെ RBI എത്തിയിട്ടുമില്ല. ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ നോട്ടുകൾ രംഗത്തിറക്കാനും അതിന്റെ സാധ്യതകൾ പരിശോധിച്ച് പിന്നീട് വിപുലമാക്കാനുമാണ് തീരുമാനം. പോളിമർ നോട്ട് ലോകത്ത് ആദ്യമായി രംഗത്തിറക്കുന്നത് ഇന്ത്യയല്ല. 88-ൽ തന്നെ അതിന്റെ വിപണനം തുടങ്ങിയിരുന്നു. ഓസ്ട്രേലിയയാണ് ഇതാദ്യമായി പോളിമർ നോട്ടുകൾ പരീക്ഷിച്ചത്. നിലവിൽ 60-ലേറെ രാഷ്ട്രങ്ങൾ പോളിമർ നോട്ടുകൾ പരീക്ഷിക്കുന്ന രാജ്യങ്ങളാണ്. ഇതിനെല്ലാം ഇടയിൽ ഒരു കാര്യം പ്രത്യേകമായി സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ ഉത്തരം കിട്ടിയിട്ടില്ല. പോളിമർ നോട്ടുകളിലും ചിപ്പുകൾ ഉണ്ടാകുമോ എന്ന കാര്യം. ചിപ്പുള്ള പോളിമർ നോട്ടുകൾക്കായി നമുക്കിനി കാത്തിരിക്കാം.